നമസ്കാരം, നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ലേസറിൻ്റെ തന്നെ മറ്റൊരു ടൂളാണ് ടാക്കോമീറ്റർ എന്ന് പറയുന്നത്. ലേസർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ടാക്കോമീറ്റർ ആണ്. ടാക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ RPM, നമ്മൾ ഒരു മോട്ടർ എന്തൊരു സാധനം കറങ്ങുന്നതിൻ്റെ വേഗത അളക്കാനുള്ളതാണ് ടാക്കോമീറ്റർ. അപ്പോൾ സാധാരണ അതിന് ഒരു സെൻസർ വെച്ച് കേബിളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ വാഹനങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരു ഡയറക്റ്റ് ഒരു സെൻസർ അതിലേക്ക് ടൂളിലേക്ക് വരണം. ഇതത് വേണ്ടല്ലേ, അതിന് പകരം ലേസർ ഉപയോഗിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ലേസർ ലൈറ്റ് കാണാം. ഈ ലേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ മൂവ്മെന്റ് എത്ര പ്രാവശ്യം ഇതിൽ മൂവ് ചെയ്യേണ്ടത് നോക്കിയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ ലേസർ ഒരു RPM, പിന്നെ അതുപോലെ കൗണ്ടിങ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്ന എത്ര പ്രാവശ്യം കറങ്ങി, കണ്ടിന്യൂസ് ആയിട്ട് RPM എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്നുള്ളതാണ്. മറ്റേന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര പ്രാവശ്യം. ഇപ്പോൾ 10 മിനിറ്റ് നേരം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം മൂവ് ചെയ്തതെന്ന് നമ്മൾ ഇരുന്ന് എണ്ണുന്നതിന് പകരം ഇത് ഓണാക്കി വെച്ചാൽ മതി, കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. റിപ്പീറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സാധനങ്ങളിലാണെങ്കിൽ എത്ര പ്രാവശ്യം മൂവ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ അതങ്ങനെ കൗണ്ട് ചെയ്യാനും പറ്റും. 2 ഫംഗ്ഷൻ പറ്റുന്നതാണ്, 2 ലേസറിലാണ്. അപ്പോൾ ഈ ലേസർ നമുക്ക് ഓണാക്കി ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് 1500 രൂപ വില ഉള്ള ഒരു ടൂളാണിത്. യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു ടൂളാണിത്. ഇത് ലേസറിൽ വർക്ക് ചെയ്യുന്ന. ഇതിന് 1500 രൂപയ്ക്ക് ഞാനൊരു 6 വർഷം മുന്നേ വാങ്ങിയതാണിത്. അപ്പോൾ ഇതിന്റെ എന്തൊക്കെയോ ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ഈ ടൂളിന്റെ കൂടെ തന്നെ നമുക്ക് അതിന്റെ ഒരു കാറ്റലോഗും ഒരു റിഫ്ലക്റ്റീവ് ടേപ്പിന്റെ ഒരു പീസ്, ചെറിയൊരു പീസ്. കാരണം മൂവ് ചെയ്യുന്ന നല്ല സ്മൂത്ത് ആയിട്ട് മറ്റേ ഇതിന് ഒബ്ജക്റ്റ് റൗണ്ട് വന്നു എന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ എന്തെങ്കിലും ഒരെണ്ണം വേണം. നമുക്ക് ഒരു കോണ്ടാക്ട്, ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് വേണം. ആ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരയ്ക്കാണ് ഒരു റൊട്ടേഷൻ. അതിന് ടൂളിന് തിരിച്ചറിയാനാണ്. സ്മൂത്ത് ആയിട്ട് ഒരു ഷാഫ്റ്റ് വെറുതെ കറങ്ങുകയാണെങ്കിൽ അതിന് മനസ്സിലാവില്ല നമുക്ക്. അപ്പോൾ ഒരു അടയാളം വെക്കണം. അതിനു വേണ്ടിയാണ് അവരിങ്ങനെ ഒരു ടേപ്പ് 3M ഒരു ചെറിയ പീസ്. അപ്പോൾ നമ്മൾ കറങ്ങുന്നത് ഇപ്പോൾ ഈ ഫാൻ നമ്മളിപ്പോൾ റൊട്ടേഷൻ ആണെന്നൊന്ന് മെഷർ ചെയ്യാൻ നമുക്ക് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ടേപ്പിന്റെ ഒരു പീസ് നമ്മൾ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്, നമുക്കത് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഒരു റൊട്ടേഷൻ ആയി എന്നുള്ളതിന് ഒരു മാർക്കിംഗ് വേണം. അപ്പോൾ ഒരു മാർക്കിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ ആ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ ആകുമ്പോൾ ഒരു റൊട്ടേഷൻ ആയി. അപ്പോൾ അങ്ങനെയാണ് ഇതിന് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മൾ വെച്ച് മെഷർ ചെയ്യാൻ നോക്കിയാൽ കിട്ടില്ല, അതിന്റെ റീഡിങ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ചെറിയൊരു പീസ് ഇതിൽ അടയാളത്തിന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ഇതിൽ ഓൺ ഓഫ് ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ലേസർ ഓൺ ഓഫ് ചെയ്യാൻ മോഡ്, പിന്നെ ഹോൾഡ് ചെയ്യാനും ബാക്ക് ലൈറ്റ്. അപ്പോൾ ഇത് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഓണായി വരുന്നത്. പിന്നെ അത് മെഷർ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ അതിൽ ലേസറും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ കൈ ഇങ്ങനെ മൂവ് ചെയ്താൽ തന്നെ അതിൻ്റെ RPM ഇതായിട്ട് കാണിക്കും. അതേപോലെ നമുക്ക് ഇതിൽ കൗണ്ട് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഓരോ കൗണ്ടായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഓരോ പ്രാവശ്യം അങ്ങനെ കൗണ്ട് ചെയ്യാം. അങ്ങനെ എത്ര പ്രാവശ്യം ഒരു സാധനം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യമായി ടോട്ടൽ, അത് മിനിറ്റിലല്ല ടോട്ടൽ എത്രയായി എന്നാണ്. അങ്ങനെ എത്ര പ്രാവശ്യം വെക്കണോ അത്രയും കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും അത്. ഇപ്പോൾ ഈ ഫാൻ ഇതിപ്പോൾ അത് ഈ ബട്ടൺ അമർത്തി അത് റീസെറ്റ് ചെയ്യാനും പറ്റും നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കൗണ്ടിങ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ RPM ആണ് കിടക്കുന്നത്. അപ്പോൾ RPM നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ കൗണ്ടിലേക്ക് മോഡ് സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം എത്ര പ്രാവശ്യം ചുറ്റി. അതൊരു മിനിറ്റിലല്ല ടോട്ടൽ എത്രയായി. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എത്ര നേരം പഠിക്കുന്നു അത് സമയം കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും സ്പീഡിൽ കറങ്ങുന്നതൊന്നും എണ്ണാൻ പറ്റില്ല. ഇപ്പോൾ സ്പീഡ് എല്ലാം സ്ലോവിലാണെങ്കിൽ ഒരുപാട് സമയം എണ്ണണേക്കാളും നമുക്ക് മിസ്റ്റേക്ക് ഒക്കെ വരാം. പക്ഷെ ഇതാകുമ്പോൾ വളരെ അക്യുറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ ഇപ്പം അതിൻ്റെ സ്പീഡ് ഇതിപ്പോൾ RPM ആണ്. അപ്പോൾ എത്ര പ്രാവശ്യം അതൊരു മിനിറ്റിൽ എത്ര കറങ്ങുന്നോ അതിനാണ് RPM എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡാണ് ഈ കാണിക്കുന്നത്. 260 RPM ഇപ്പോൾ ഇത് 259, 260 അതാണ് ഇപ്പോൾ അതിൻ്റെ RPM കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ സ്പീഡ് ഇതിപ്പോൾ സ്പീഡ് കൂട്ടുകയാണ്. മുന്നൂറ്റി 324, 325 RPM ആണ്.
അപ്പൊ അങ്ങനെ നമുക്ക് പലത് മോട്ടറുകൾ ഇത് 1,00,000 വരെ RPM വരെ 99,999 RPM വരയ്ക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 1,00,000 ഒന്ന് താഴെ. അപ്പൊ അത്രയും സ്പീഡ് വരെയുള്ള മോട്ടോർ എന്ത് ആണെങ്കിലും ഇത് കറങ്ങുന്ന എന്തിന്റെ RPM നമുക്ക് ഇതുപോലെ ഒരു കോണ്ടാക്ട് ഒരു പോയിന്റ് ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം. മോട്ടോറുകളോ മെഷീനുകളോ എന്ത് സാധനമാണെങ്കിലും. അപ്പം നോൺ കോണ്ടാക്ട് ആണ്, ലേസർ ആയതുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നമുക്കിത് ഉള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ല ടൂളാണ്. ഒരുപാട് വിലയും വരുന്നതല്ല അത്. പിന്നെ ഇതിൽ നമുക്ക് പല മോഡുകളും ഇതിനകത്തുണ്ട്. ഇതിപ്പോ മാക്സിമം എത്ര ഇതിൽ കൗണ്ട് ചെയ്തതിൽ മാക്സിമം എത്ര, മിനിമം എത്ര, 99 ഇതിപ്പോ RPM. അപ്പൊ അങ്ങനെയുള്ള വാല്യൂകൾ സെറ്റ് ചെയ്യാനും ഇതിലെ മോഡ് അതന്നെ മിനിമം മാക്സിമം നമ്മളിപ്പോൾ പല റീഡിങ് എടുത്തു, അതിൽ മാക്സിമം എത്ര കിട്ടി, മിനിമം എത്രയായിരുന്നു RPM എന്നുള്ള ഇതിൻ്റെ ഇതും നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും. കൗണ്ടിങ് അങ്ങനെയുള്ള 2-3 ഫംഗ്ഷനാണ് ഇതിനുള്ളത്. അതുപോലെ ഇതിൽ ഹോൾഡ് ബട്ടൺ ഉണ്ട്. ഇതിപ്പോൾ ഇത് ഹോൾഡ് ചെയ്താൽ പിന്നെ റീഡിങ് ലോക്ക് ആവും, നമുക്ക് ഹോൾഡ് ചെയ്ത് നോട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇതിലൊരു ഈ ബട്ടൺ തന്നെ ലോങ് പ്രസ് ചെയ്താൽ ബാക്ക് ലൈറ്റ് ഉള്ളതുകൊണ്ട് അത്ര അറിയണ്ടാവില്ലായിരിക്കും. ബാക്ക് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനും ലോങ് പ്രസ്സില്ല, അങ്ങനെയുള്ള ഫംഗ്ഷനും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് AAA സൈസ് 3 സെല്ല് ഉപയോഗിച്ചാണ്. ഇത് AAA ബാറ്ററിയാണ്, 3 ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററിക്ക് നല്ലപോലെ ലൈഫ് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഫാനുകളൊക്കെ സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പീഡ് ഉണ്ടോ, നമ്മളിപ്പോൾ കോയിൽ മാറ്റി വൈൻഡിങ് ഒക്കെ ചെയ്യുന്ന ടൂൾസ് അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്പീഡ് കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത്, വർക്കിംഗ് ഓക്കെ ആണോ പ്രോപ്പർ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ടാക്കോമീറ്റർ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ എഞ്ചിൻ്റെ RPM ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വണ്ടികളിലൊക്കെ എഞ്ചിൻ RPM ഒക്കെ കറക്റ്റ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാലിബ്രേറ്റ് ചെയ്യാനും അതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഉപകാരപ്രദമായ ആണ് ഈ ടൂള് എന്ന് പറഞ്ഞ് ഈ വീഡിയോ നിർത്തുന്നു. ഇത് കണ്ട നിങ്ങൾക്ക് നന്ദി, താങ്ക് യു.